ഹലോ ഓൾ, എല്ലാവർക്കും ദിവ്യശ്രീ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഓൾറെഡി കഴിഞ്ഞു. അപ്പം ഞാൻ ലീവിന് നാട്ടിൽ വന്നപ്പം അതിൻ്റെ പിറ്റേ ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എനിക്ക് അവരെ ഇരുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യണം തോന്നി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല കപ്പിളാണ് എൻ്റെ അച്ഛനും അമ്മയും. ഞാൻ പല വീഡിയോസിലും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് അവരെ ഇരുത്തിക്കൊണ്ട് ഒരു വീഡിയോ എങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പം നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് വരാം. അപ്പം ഞാൻ അവരുടെ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി റിലേറ്റഡ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയാണ്. അവരുടെ നിന്ന് അതിൻ്റെ ഉത്തരവും ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടും എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യും. അപ്പം ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എത്ര കാലമായി കല്യാണം കഴിഞ്ഞിട്ട്? 33 വർഷം. 33 വർഷം തികഞ്ഞു. 33 വർഷമായി. തികഞ്ഞു. ഓ, സൂപ്പർ സൂപ്പർ. അപ്പൊ ഈ 33 വർഷത്തിനിടയ്ക്ക് എന്താണ് നിങ്ങളുടെ ഈ ഒരു ദാമ്പത്യ രഹസ്യം എന്ന് പറയാനുള്ളത്? രണ്ടുപേർക്കും പറയാം കേട്ടോ. പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും പരസ്പര പ്രണയവും. ആ, സൂപ്പർ സൂപ്പർ. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ രഹസ്യം. ആണ്. അച്ഛനും അത് തന്നെയാണോ പറയുന്നത്? ഓക്കെ. നിങ്ങളുടെ കല്യാണം ഏത് വർഷമായിരുന്നു? പറഞ്ഞു. 1991 ഏപ്രിൽ 18. ഏപ്രിൽ 18 അല്ലേ? അങ്ങനെ ഒരു സിനിമയുണ്ടല്ലേ? സിനിമയുണ്ട്. അതായത് പിന്നെ ആരാണ് എന്റെ ബാലേന്ദ്ര സിനിമയുണ്ട്. ആ ഡേറ്റിനാണ് നമ്മളുടെ വിവാഹം കഴിഞ്ഞത്. അപ്പം നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെ അതെ. ഓക്കെ ഓക്കെ. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊക്കെ വളരെ കുറവായിരുന്നു അല്ലേ? നമ്മുടെ സമൂഹം അത് സ്വീകരിക്കാനോ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു അല്ലേ? ഓക്കെ. ഇനി അടുത്ത ചോദ്യം ഞാൻ രണ്ടുപേരോടും കൂടി ചോദിക്കുകയാണ് കേട്ടോ. അച്ഛന്റെ ഏത് ക്വാളിറ്റിയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഒരു പാർട്ട്ണറായിട്ട് അച്ഛനെ സ്വീകരിക്കാനായിട്ട് എന്ത് ക്വാളിറ്റിയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛന്റെ? അച്ഛന്റെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ വിശ്വാസവും, അച്ഛന് എന്നോടുള്ള ആ ഒരു സ്നേഹവും, ഒരു ഭാര്യ ഒരടിമയല്ല, സ്വന്തം ഒപ്പം തന്നെ നിർത്തേണ്ട ആളാണെന്നുള്ള ഒരു മാന്യത തരികയും ബഹുമാനിക്കുകയും പരസ്പരം ബഹുമാനിക്കുന്നുണ്ട്. പരസ്പരം ബഹുമാനവും ഉള്ളതാണ് എനിക്ക് ഏറ്റവും അച്ഛൻ്റെ ക്വാളിറ്റിയിൽ ഇഷ്ടപ്പെട്ടത്. സൂപ്പർ സൂപ്പർ. ഇനി അച്ഛനോടാണ്. അച്ഛനെ എന്ത് ക്വാളിറ്റിയാണ് അമ്മയുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? അമ്മയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മറ്റുള്ള താരതമ്യം ചെയ്യുന്നതല്ല. കാരണം വെച്ചാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞൊരു സ്നേഹം തന്നെയാണ്. പിന്നെ എന്നോടും നല്ല പിന്നെ കുട്ടികളോടും എല്ലാവരോടുമുള്ള ആ ഒരു സ്നേഹം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സൂപ്പർ. അമ്മ ക്യാമറയിലോട്ട് നോക്കണേ, ആ ഫോണിന്റെ അങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? അത് അത്യാവശ്യം ചിലപ്പോഴൊക്കെ ഇടാറുണ്ട്. എന്തൊക്കെ കാരണങ്ങൾക്കാണ് വഴക്കിടാറുള്ളത്? ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അടുക്കളയിലെ ചില പ്രശ്നമായിരിക്കും, ചിലപ്പോൾ പുറത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ചിലപ്പം പിന്നെ ഫൈനാൻസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അതിനൊക്കെ അല്ലറ ചില സമയത്തൊക്കെ വഴക്കിടാറുണ്ട്. ഓക്കെ. ഇങ്ങനെ വഴക്കിടുന്ന സമയത്ത് ആരാണ് ആദ്യം അത് സോൾവ് ചെയ്യാനായിട്ട് വരിക? അച്ഛനാണോ അമ്മയാണോ? അച്ഛനാണോ വരുന്നത്? ഞാൻ എനിക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേഷ്യം കൊണ്ട് മാറും. അല്ല, സോൾവ് ചെയ്യാൻ മുൻകൈ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അച്ഛൻ മിണ്ടാതെ പോയിരിക്കും. അപ്പം അച്ഛനെ കൊണ്ട് ഞാൻ മിണ്ടിക്കും. അപ്പം പ്രശ്നം തീർന്നു. കൂടിയാൽ ഒരു 10 മണിക്കൂറിനുള്ളിൽ തന്നെ ആ പിണക്കം തീർന്നു. അപ്പോൾ ഒരു ദിവസം പോലും നിലനിൽക്കില്ല അല്ലേ? ഇല്ല. ഓക്കെ ഓക്കെ. എന്നൊന്നും ഇല്ല, വല്ലപ്പോഴും ഉള്ളൂ. അപ്പം വഴക്ക് കൂടുമ്പോൾ നല്ലതായിട്ടൊന്ന് വഴക്ക് കൂടും. ഒരു 10 മണിക്കൂറിനുള്ളിൽ തീർക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ. നിങ്ങള് വീട്ടു ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? അമ്മ മാത്രമാണോ അല്ലെ അച്ഛനാണോ അല്ലെ നിങ്ങൾ എങ്ങനെയാണ്? അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ? ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചെയ്യുന്നതാണ്. ഇത് ഇവള് ചെയ്യേണ്ടതാണെന്ന് കരുതി എന്നെ മാറ്റി നിർത്തുവോ അല്ലെങ്കിൽ അത് ഭർത്താവ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭർത്താവിനെ മാറ്റി നിർത്തുകയല്ലേ. നമ്മൾ അടിച്ചു വരുന്ന മുതൽ കിടക്കുന്ന സമയം വരെയുള്ള എല്ലാ പണികളും രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അച്ഛന് അതിനെന്താ പറയാനുള്ളത്? അച്ഛന് അത് അമ്മ ചെയ്യേണ്ടതാണ്, അടുക്കളയിലെ പണി അമ്മയാണ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ഒരു പിന്നെ തോന്നാറില്ല. കാരണം പിന്നെ ഏത് ജോലിയും ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞും പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും കൈകാര്യം ചെയ്യുക
പെൻഡിങ് ഒരു ജോലി പെൻഡിങ്ങിൽ വെക്കാതെ പരമാവധി നമ്മൾ തന്നെ ഓരോന്നോരോന്ന് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കല്യാണത്തിന് ശേഷം മറക്കാനാവാത്തൊരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഉണ്ട്. അതായത് നമുക്ക് കുട്ടികളുടെ ഒരു ഇത് വന്നപ്പോഴാണ് മറക്കാനാവുന്ന നമുക്കൊരു ചെറിയ കൊച്ചിനെ നമുക്ക് കോടതി മുഖാന്തരം കിട്ടിയത്. ആ കൊച്ചാണ് ഇരിക്കുന്നത്. മറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അനുഭവങ്ങൾ അല്ലേ? സൂപ്പർ സൂപ്പർ. അമ്മയ്ക്ക് എന്താണ്? അതന്നെ, നല്ലൊരു മോളെ കിട്ടി, അതാണ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യം. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത അച്ഛൻ്റെ കാര്യങ്ങളിൽ, ഞാൻ ഒരു പ്രാവശ്യം വീണ് ഫ്രാക്ചറായ സമയത്ത് അച്ഛൻ ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ എൻ്റെ അടുത്ത് തന്നെ എന്നെ പരിചരിച്ച് വളരെയധികം നോക്കിയിരുന്ന്, ഞാൻ ഭക്ഷണം കഴിക്കുന്നവരെയും നോക്കിയിരുന്ന് കഴിക്കാതെ ഇരുന്ന് എന്നെ കഴിപ്പിക്കുകയും അത്രമാത്രം എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും എൻ്റെ കൂട്ടത്തിൽ ഒരു സംരക്ഷകനായി എപ്പോഴും കൂടെയുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കണ്ട സവിശേഷമായ കാര്യം. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പം കല്യാണം എന്ന് പറഞ്ഞു വരുമ്പം ലവ് മാരേജും ഉണ്ട്, അറേഞ്ച്ഡ് മാരേജും ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ലവ് മാരേജ് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത്? ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? നമ്മുടെ കാലഘട്ടത്തിൽ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ അത് 10 ദിവസം കഴിയുമ്പോൾ അത് തിരിഞ്ഞു പോകും എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ ആ ധാരണയെ തിരുത്തി കുറിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇനിയുള്ള തലമുറയാണെങ്കിലും ആ പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം വിജയിക്കും. ഇപ്പം ഭർത്താവ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അത് ഭാര്യ അറിയാതിരിക്കാൻ ഭർത്താവ് ശ്രമിക്കുന്നു, അല്ല ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്തു അത് ഭർത്താവ് അറിയാതിരിക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും അത് പാടില്ല. പരസ്പരം എന്ത് തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലും പരസ്പരം പറഞ്ഞത് സോൾവ് ആക്കണം. അതാണ് ജീവിതത്തിന്റെ രഹസ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഇനി വരുന്ന, അതായത് ഒരുപാട് യുവ ദമ്പതികളുണ്ട് അല്ലെ? ഇപ്പൊ ഞാനും അതിലൊരാളാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, യങ് ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ട്. അവരോട് ഇത്രയും വർഷം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച് വിജയിച്ച് കാണിച്ച ആൾക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് അവരോട് പറയാനുള്ളത്? പരസ്പരം വിശ്വസിക്കുക, പരസ്പരം സ്നേഹിക്കുക. എത്രത്തോളം ആ ജീവിത പങ്കാളിയെ നമ്മൾ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കണം. അവരുടെ നല്ല കാലത്തിലായാലും മോശം കാലത്തിലായാലും അവരോടൊപ്പം തന്നെ നിന്ന് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കാളിയായി. അല്ലെ ഒരു അസുഖം വന്നു, ഒരു വയ്യാഴ്ച വന്നു കഴിഞ്ഞപാടെ ഭാര്യ ഇട്ടിട്ട് ഭർത്താവ് പോയി, ഭർത്താവിന് ഇട്ടിട്ട് ഭാര്യ പോയി, അത് പാടില്ല. അതല്ലാണ്ട് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പരസ്പരം സംരക്ഷിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാവണം ഏത് മാര്യേജായാലും എന്നുള്ളതാണ് എൻ്റെ പറയാനുള്ളത്. അച്ഛൻ എന്താ പറയാനുള്ളത്? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്താ കാരണം പറയാം. നമ്മൾ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും. പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കണം. അതിന് ഒരുപാട് ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റിവെക്കാൻ, അതായത് നമ്മൾ സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളൊക്കെയാണ്, അതെല്ലാം കൊണ്ട് മാറ്റി വെക്കുക. സ്നേഹം കൊണ്ട് പരസ്പരം സ്നേഹിക്കുക. തീർച്ചയായിട്ടും. ഇനി അവസാനത്തെ ചോദ്യമാണ്, നിങ്ങൾ ഇപ്പം ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും ലൈഫിൽ അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും വേണ്ട ജീവിതം മടുത്തു, അല്ലെങ്കിൽ ഇട്ടിട്ട് പോവാം എന്നൊക്കെ തോന്നാം സ്വാഭാവികമായിട്ടും. അപ്പോഴൊക്കെ നിങ്ങളെ ഒന്നിച്ച് നിർത്തിയിട്ടുള്ള ഒരു റീസൺ എന്താണ്? സ്നേഹവും വിശ്വാസവും തന്നെയാണ്. അല്ലാണ്ട് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഡൈവേഴ്സിലേക്ക് പോവുക, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോവുക, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പരസ്പരം സ്നേഹിച്ച് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട്, ഒരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അല്ലാണ്ട് നമ്മൾ പകുതി വഴി നിന്ന് ഇട്ടിട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മൾ ആജീവനാന്തം ഒന്നിച്ച് കഴിയാനാണ് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സ്ത്രീയാണ് ഒരു പുരുഷന്റെ ധനം എന്ന് വിചാരിക്കണം. സ്ത്രീധനം അല്ല. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. അല്ലാണ്ട് സ്ത്രീയുടെ വീട്ടിലെ കുടുംബസ്വത്തോ അല്ലെങ്കിൽ വീടോ കാറോ ഒന്നുമല്ല. സ്ത്രീ തന്നെയാണ് എൻ്റെ ധനം എന്ന് വിചാരിക്കുന്ന ഏതൊരാൾക്കും അവനവൻ്റെ ഭാര്യനെ സ്നേഹിക്കാൻ സാധിക്കും. ഓക്കെ,
അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് അമ്മയ്ക്കും അച്ഛനും. ഞാൻ ആദ്യമായിട്ടാണ് അവരെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് അച്ഛനെ അമ്മയായിട്ട് വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ മാത്രമല്ല അവര് ഡ്യൂട്ടി കഴിഞ്ഞിപ്പോ വന്നിട്ടേ ഉള്ളൂ, എന്നിട്ടും അവർ ഇത്രയും സമയം എനിക്ക് വേണ്ടി അവര് ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെള്ളം പോലും ഫുഡ് പോലും കഴിക്കാതെയാണ് ഇരുന്നത്. അപ്പൊ അതിനും താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം.